2020 ജൂലൈ 30 മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയെ നമ്മൾ എതിർക്കുന്നു അല്ലെങ്കിൽ എതിർക്കണം, എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നത് സംബന്ധിച്ച് നമുക്കൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. ആ ജൂലൈ 30, 2020 പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ കിടക്കുകയാണ്. അതിൽ 15 ഇന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 15 കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ നേരത്തെയും ഇത് സംബന്ധിച്ചൊരു വാർത്ത കൊടുത്തു. ആ വാർത്തയിൽ പലപ്പോഴും പലരും മെസ്സേജ് അയച്ചും അതിന് കമൻറ്റ് ചെയ്തുമൊക്കെ പറഞ്ഞത് ഇതിൻ്റെ പദ്ധതിയെക്കുറിച്ച് എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നത് സംബന്ധിച്ചുള്ള ആശങ്കക്ക് കാരണം എന്താണ് എന്ന്. ആശങ്കയുടെ കാരണം മറ്റൊന്നുമല്ല, സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ ആശങ്ക 15 ഇനമായിട്ട് നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ആ 15 ഇനമാണ് ഞാൻ നേരെ PA മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോവുകയാണ്. അദ്ദേഹം തുടങ്ങുകയാണ്: വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നതാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത്? ചില കാരണങ്ങൾ ഇങ്ങനെയാണ്. അതിലൊന്ന്, നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത് ദർശനം ഉയർത്തിപ്പിടിക്കുന്ന വൈവിധ്യങ്ങളുടെ ഈറ്റില്ലമായ ഇന്ത്യയിൽ ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതകൾക്കും പരിമിതികൾക്കും അനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണ് നിലവിൽ പിന്തുടർന്നു വരുന്നത്. കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിയേക്കാൾ പ്രായോഗികമായ രീതിയാണത്. എന്നാൽ ഓരോ സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് പിന്തുടരുന്ന വ്യത്യസ്ത സമീപനങ്ങളെ പുതിയ നയം അംഗീകരിക്കില്ല. 2, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ചുരുക്കുകയും മെല്ലെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിലൂടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസത്തിനെതിരാവുകയാണ് പുത്തൻ വിദ്യാഭ്യാസ നയം. ഇനി 3, കോത്താരി കമ്മീഷൻ മുന്നോട്ട് വെച്ച 10ാം ക്ലാസ് വരെ പൊതുപഠനവും തുടർന്ന് 2 വർഷം വിവിധ സ്ട്രീമുകളായുള്ള +2 പഠനവുമൊക്കെ അക്കാഡമിക് രീതി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഫലപ്രദമായി നടന്നു വരുന്നതാണ്. ഈ രീതി ഏകപക്ഷീയമായി ഇല്ലാതെയാക്കുകയും ഒരു തയ്യാറെടുപ്പുമില്ലാതെ പുതിയ ഘടന അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് നോട്ട് നിരോധനം പോലെ ഒരു തുഗ്ലക്ക് പരിഷ്കാരമായി മാത്രമേ മാറുകയുള്ളൂ എന്നതാണ്. 4, ഇവിടെ ശ്രദ്ധിക്കണേ, തുഗ്ലക്ക് പരിഷ്കാരം, നോട്ട് നിരോധനം പോലെ. ഇനി 4, ഉന്നത പഠനത്തിൽ സർക്കാരിനുള്ള പങ്കിന് ഊന്നൽ നൽകാത്ത ബിൽ MPhil PhD കോഴ്സുകളിലെ സീറ്റ് വെട്ടിക്കുറയ്ക്കൽ സംബന്ധിച്ച് പരാമർശിക്കുന്നില്ലെന്ന് മാത്രമല്ല MPhil കോഴ്സ് തന്നെ എടുത്തു കളയാൻ ശ്രമിക്കുന്നതുമാണ്. 5, പുതിയ നയം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സ്വയംഭരണം എന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് ഉയർത്തിയും ചെലവ് ചുരുക്കിയും തങ്ങളുടെ സാമ്പത്തികാവശ്യങ്ങൾക്കുള്ള പണച്ചിലവ് കണ്ടെത്തുന്ന രീതിയാണ്. അറിവ് ധനികരുടെ മാത്രം കുത്തകയായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നതാണ് അതിൽ അദ്ദേഹം 6-ാമതായിട്ട് പറയുന്നു: വിദേശ സർവകലാശാല ബിൽ വഴി ഇന്ത്യയിലെ സമ്പന്നരായ വിദ്യാർത്ഥികൾക്ക് ചെലവേറിയ വിദ്യാഭ്യാസം ഉറപ്പാക്കുമ്പോൾ പണമില്ലാത്തവർ എന്തു ചെയ്യുമെന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. 7, വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന പണവിതരണം പ്രവർത്തനരഹിതമായ ഈ മഹാമാരി കാലത്തെ മറികടക്കാൻ NEP ഒരു പരിഹാരവും മുന്നോട്ട് വെക്കുന്നില്ല. 8, ചോയ്സ് അധിഷ്ഠിത ക്രെഡിറ്റ് സംവിധാനം നടപ്പിലാക്കിയ ഇടങ്ങളിലെല്ലാം പരാജയപ്പെട്ട അനുഭവമാണുള്ളത്. അടിസ്ഥാനപരമായി ഒരു വിഷയത്തിൻ്റെ ആരോഗ്യകരമായ പഠനത്തിന് എതിരാണത്. 9, കോഴ്സിനുള്ളിലെ എക്സിറ്റ് പ്ലാനുകൾ പരാജയപ്പെട്ട ഒരു സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമാണ് സൂചിപ്പിച്ചത്. അതെല്ലാവർക്കും പഠിക്കാൻ ഉതകുന്ന ഒരിടം സൃഷ്ടിക്കുന്നില്ല. ഫാൻസി വാക്കുകളിലൂടെ അത് മറക്കാൻ സാധിക്കില്ല. 10, ഇവിടെയും അദ്ദേഹം കഠിന വിമർശനമാണ്. ഫാൻസി വാക്ക് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് എന്നൊക്കെയാണ്. 10, ഗവേഷണത്തിനായുള്ള നിയന്ത്രണ അതോറിറ്റി ചില പ്രത്യേക വിഷയങ്ങളിലേക്കുള്ള ഗവേഷണ ഗ്രാൻഡിലൂടെ കാവ്യവൽക്കരണത്തിന് പ്രത്യേക പ്രേരണ നൽകുകയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യുന്നില്ല. 11, അവസാനമായി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ 34 വർഷത്തിന് ശേഷവും തദ്ദേശീയ സാങ്കേതിക വിദ്യ എങ്ങനെ നിർമ്മിക്കാമെന്നതിനെക്കുറിച്ചോ ഗവേഷണ മേഖലയുടെ വികസനത്തിന് ഊന്നൽ നൽകുന്നതിനെക്കുറിച്ചോ ഒരു രൂപരേഖയും ബിൽ മുന്നോട്ട് വെക്കുന്നില്ല. 12, സ്വകാര്യ പങ്കാളികൾക്ക് വിദ്യാഭ്യാസ രംഗം തുറന്നു നൽകാൻ സഹായകമായ നിർദ്ദേശങ്ങളാണ് പുതിയ നയത്തിൽ ഉടനീളമുള്ളത്. 13, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ സോഷ്യലിസം തുടങ്ങിയ മൂല്യസങ്കല്പങ്ങൾ നിരസിക്കുന്നതാണ് പുതിയ നയം. 14, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജാതി വിവേചനങ്ങളെ ഇല്ലാതെയാക്കാനും സംവരണ അട്ടിമറി മറികടക്കുവാനുമുള്ള യാതൊരു നിർദ്ദേശവും പുതിയ നയത്തിലില്ല. അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യത്തിലെ വലിയ കുറവ് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകളും പുതിയ നയത്തിൽ കാണാനാകില്ല. അവസാനമായി 15,
GDP വിഹിതത്തിൽ നിന്നും കേന്ദ്ര ബജറ്റിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള സാമ്പത്തിക നീക്കിവെപ്പ് വർദ്ധിപ്പിക്കുവാനുള്ള യാതൊരു ശുപാർശയും പുതിയ നയത്തിലില്ല. ഈ നിലയിൽ ഇതുവരെ തുടർന്നു വന്ന വികേന്ദ്രീകരണ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് യാതൊരു മുന്നൊരുക്കവും കൂടാതെ കേന്ദ്രീകരണ നയങ്ങളിലേക്ക് ചുവട് മാറ്റുക വഴി വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ഇതുവരെ ആർജിച്ച നേട്ടങ്ങളെ തകർക്കാൻ കാരണമായേക്കാവുന്ന NEP-യെ ഗൗരവമായ വിമർശനത്തിന് വിധേയമാക്കാൻ അക്കാഡമിക് സമൂഹവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് 2020 ജൂലൈ 30 തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വെച്ചിട്ടുള്ളത്. ഈ അക്കാഡമിക് രംഗത്ത് എന്തുകൊണ്ട് ഈ ഒരു NEP അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തെ PM ശ്രീ പദ്ധതിയെ എതിർക്കണം എന്ന് ആരെങ്കിലും നിങ്ങളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ മന്ത്രി റിയാസ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ആശങ്കകളൊക്കെ ഒന്ന് എടുത്ത് അവർക്ക് കൊടുത്താൽ മതി. അവരുടെ ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെടുമെന്നതാണ് നമുക്ക് മന്ത്രി റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതേ മന്ത്രി റിയാസിൻ്റെ മന്ത്രിസഭയല്ലേ ഇവിടെ ആയത്? ആ ചോദ്യം പാടില്ല.